നമസ്കാരം ഗൈസ്, കെവിൻ സാം ആണ്. ഇന്ന് നമ്മൾ ഞായറാഴ്ച ദിവസം രാവിലെ നമ്മൾ പോകുന്നത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലോട്ടാണ്. നിങ്ങൾ തമ്മയിലും പിന്നെ ടൈറ്റിലും കണ്ട പോലെ നമ്മൾ അങ്ങനെ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് അങ്ങനെ കാണാൻ പോവാണ്. MCU വർഷം പൊതുവെ നല്ല അഭിപ്രായമാണ് വന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് കാണുമ്പോൾ നമ്മൾ സിനിമ കണ്ടാൽ നമുക്ക് അഭിപ്രായം പറഞ്ഞാൽ ശരിയാക്കുള്ളൂ. അതുപോലെ കാണുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നമ്മൾ അറിയട്ടെ. അപ്പോൾ നമ്മളങ്ങനെ ഫാന്റാസ്റ്റിക് ഫോർ മൾട്ടിവേഴ്സൽ സിനിമ അങ്ങനെ കാണാൻ പോവുകയാണ്. MCU's ഫസ്റ്റ് ഫാമിലി, MCU അല്ല, മാർവലിന്റെ ഫസ്റ്റ് ഫാമിലി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻലിയുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആയ ഫാന്റാസ്റ്റിക് ഫോറിന് 4 പേരെ നമ്മൾ കാണാൻ പോവാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ സാധാരണ മാർവലിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ DC യുടെ ആണെങ്കിലും സാധാരണ ഒരുവിധം 2-3 പ്രാവശ്യം ട്രെയിലറൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ഞാൻ ട്രെയിലർ കണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ 1 മാസം ട്രെയിലർ ലോട്ട് ചെയ്യുക ഫസ്റ്റ് റിലീസ് ചെയ്ത സമയം. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ കണ്ടായിരുന്നു രണ്ടാമത്തെ ട്രെയിലർ. പക്ഷെ ഇപ്പൊ ഒത്തിരി നാളായിട്ട് കാണുന്നില്ലായിരുന്നു. 25-ാം തീയതി ആകുമ്പോൾ കാണാൻ നോക്കും. കാരണം വേറെ ഒന്നുമല്ല, നമുക്കൊന്നാമത് ജോലി തിരക്കും പിന്നെ താല്പര്യം പഴയ പോലെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആയിരിക്കും. പക്ഷെ ഞാൻ ഏതായാലും കാണാൻ തീരുമാനിച്ചു. പിന്നെ പലരും എൻ്റെ അടുത്ത് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് ചോദിച്ചു സൂപ്പർമാൻ കാണുന്നില്ല എന്നെ കണ്ടിട്ടായിരുന്നു ഞാൻ റിവ്യൂ. പക്ഷെ ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ കണ്ടില്ല. എനിക്ക് താല്പര്യമില്ല അത് തന്നെ. കാരണം എനിക്ക് പണ്ടിട്ട് DC-യില് ബാറ്റ്മാനെയാണ് എനിക്ക് ഇഷ്ടം, സൂപ്പർമാനെ അല്ല നോട്ട് ഇൻട്രസ്റ്റ്. DC-ക്ക് ഇനി ബാറ്റ്മാൻ റിലീസ് ചെയ്യുവാണ് ഡെഫിനറ്റ്ലി ഞാൻ ഡേ 1 തന്നെ പോയി കാണാം. പക്ഷെ സൂപ്പർമാനൊക്കെ പറഞ്ഞ ഒന്നാമത്തെ കാരണം ചൈൽഡ് ആണ്, രണ്ടാമത്തെ കാരണം സാക് സ്നൈഡറിന്റെ എന്താ പറയാ മാൻ ഓഫ് സ്റ്റീലാണ് എന്റെ ഫേവറേറ്റും. ഇവര് കണ്ടിട്ടൊരു ഒരു ചൈൽഡ് ഒരു കിഡ്സ് ഫ്രണ്ട്ലി സൂപ്പർമാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ആ കാര്യം ഇവിടെ പറയുന്നു. OTT വരുമ്പം കാണാം. കണ്ടിട്ട് പറ്റുമെങ്കിൽ അന്നൊരു 1 മിനിറ്റ് ഷോർട്ട് വീഡിയോ ഇടാം, കൊള്ളാമോ ഇല്ലയോ എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വിടാം. ഓക്കെ, എനിവേ നമ്മളിപ്പോ ഏതായാലും കാണാൻ പോവാണ്. 10 മണിക്കാണ് ഷോ ആരംഭിക്കുന്നത്. ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോ ഇനിയും 1 hour യാത്രയുണ്ട്. സോ ലെറ്റ്സ് ഗോ.
അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മളങ്ങനെ അവസാനം ദുബായ് ഫെസ്റ്റിവൽ സിറ്റി അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ ഇപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ഇനി റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് നടന്നുക, അകത്ത് കയറുക. ഈ അകത്ത് ഈ ലൂലുമാളിൻ്റെ കൂട്ടൊന്നും അല്ല കേട്ടോ, ഇവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ 5 മിനിറ്റ് തപ്പണം ഈ വോക്ക് സിനിമ എവിടെയാണെന്നുള്ളത്. ഞാൻ അവിടെ കയറി തപ്പി അവസാനം നമ്മളങ്ങനെ കയറുകയാണ് നമ്മുടെ ഫോക്സ് സിറ്റിയിൽ ഫസ്റ്റ് സ്റ്റെപ്സ് ഓഫ് ഫാന്റാസ്റ്റിക് ഫോർ കാണാൻ. അപ്പോൾ ഇനി അതിനകത്ത് കയറുക എന്നുള്ളതാണ് ഇനി അടുത്തൊരു ടാസ്ക്. ഈ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ ദുബായിലുള്ളവർക്കറിയാം ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ അകത്തെ സ്പേസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്. ദുബായ് മോൾ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒരു 5-6 മാസം മുമ്പ് ഞാൻ ഷാരൂഖ് ഖാൻ്റെ ബർത്ത്ഡേക്ക് കാണാൻ വേണ്ടി അവിടെ ദുബായ് വേറൊരു കക്ഷി വെച്ചാൽ ബുർജ് ഖലീഫിൻ്റെ അകത്ത് കയറിയപ്പം ഷാരൂഖ് ഖാൻ്റെ ബർത്ത്ഡേ സാധനം അതൊന്നും ഇല്ലായിരുന്നു. വെറുതെ അവിടെ വരെ പോയി 12 മണി വരെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് വെറുതെ സമയം കുറേ മെനക്കെട്ട് വന്ന്. അത് ഇതുപോലെ ആയിരുന്നു. അന്ന് ഇതുപോലെ രാത്രി ചെന്ന് എക്സിറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് പാടുപെട്ട് അതിനൊക്കെയോ രക്ഷപ്പെട്ട് അങ്ങനെ എക്സിറ്റ് ചെയ്ത് മെട്രോയിൽ കയറി അങ്ങനെ ഷാർജയിൽ, അന്ന് ഷാർജയിൽ താമസിക്കുന്ന സമയം, അപ്പോൾ ഷാർജയിൽ അങ്ങനെ എത്തിപ്പെട്ടി. ഇന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി അകത്ത് എങ്ങനെ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. പിന്നെ പകൽ സമയമായതുകൊണ്ട് പ്രശ്നമില്ല, രാത്രി സമയമൊക്കെ ആണെങ്കിൽ വള്ളിയാണ്. അപ്പോൾ ഏതായാലും അകത്ത് കയറുക, ഇനി തപ്പുക. ഓക്കെ, അങ്ങനെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുറേ യാത്രകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഇരിക്കുക. ഇനി വോക്ക് സിനിമയിൽ ഇപ്പോൾ തുറന്നിട്ടില്ല, ഇപ്പോൾ സമയം 9:15 ഉള്ളൂ. അപ്പം ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കൊരു അരമണിക്കൂർ എടുക്കും. ഇവിടെ ഇപ്പോൾ എല്ലാം മെക്ഡോണൾഡ്സ് ആണെങ്കിലും KFC ആണെങ്കിലും പിന്നെ ടെക്സാസ് ചിക്കൻ ആണെങ്കിലും എല്ലാം ഓപ്പണായി വരുന്നത്. ആദ്യമായിട്ട് ഇത്ര ഏർലി വന്നിട്ട് സിനിമ കാണുന്നുണ്ട്. ഒത്തിരി നാളെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് വന്നത് എനിക്കൊന്ന് ലുലുവിൽ PVRലായിരുന്നു. PVR അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ 9-9:30 അല്ലെങ്കിൽ അതിന് നേരത്തെയൊക്കെ ഷോ ആരംഭിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഇവിടെ UAE-ലൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറഞ്ഞാൽ 10 മണിയാണ്. അതായത് ഇവിടുത്തെ ഏർലി മോർണിംഗ്. അപ്പോൾ ഇവിടെ ഇപ്പം നേരത്തെ വന്നിരിക്കുക. സാധാരണ കേസിൽ ഞാൻ IMAX-ലൊക്കെ സിനിമ കഴിഞ്ഞ വർഷം ഈ സമയത്താണ്, നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ വ്ളോഗ് എടുത്ത് നോക്കി കാണാം. കഴിഞ്ഞ വർഷം ഈ സമയത്തായിരുന്നു ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കാണാൻ IMAX-ൽ. ഇത് IMAX ആണ്, ഫോർ എവരിബഡീസ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ. അപ്പം IMAX-ൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുക ആഫ്റ്റർ 1 ഇയർ. കഴിഞ്ഞ വർഷം ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ആയിരുന്നു. അപ്പോൾ അത് ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു അത്. പക്ഷേ ഇതുപോലെ നല്ല യാത്രയായിരുന്നു. അതും ഷാർജ താമസിക്കുന്ന സമയം. ഷാർജയിൽ ഡബിൾ ഡക്കർ കയറി പിന്നെ മെട്രോയിൽ 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അന്ന് എവിടെ ആയിരുന്നു ഈ ബിംബത്തുത മോളിൽ പോയി തിയേറ്ററിൽ കാണുന്നത്. ബിംബത്തുത മോളിൽ IMAX നോവയായിരുന്നു. ഈ പ്രാവശ്യം വോക്സിലാണ് ഫാന്റാസ്റ്റിക് ഫോർ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വോൾവറിൻ കണ്ടത് നോവയിൽ IMAX-ൽ. അപ്പോൾ എനിവേ, അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഫാന്റാസ്റ്റിക് ഫോർ നമ്മളിപ്പോൾ ഈ IMAX-ൽ എങ്ങനെ ഇരിക്കുന്നു നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്ക് എന്നാലും വോൾവറിനും ഡെഡ്പൂളും കണ്ട അത്രയും ഒരു എക്സ്പെക്റ്റേഷനോ അത്രയും പിന്നെ എന്താ പറയുക ഹൈപ്പോ അല്ലെങ്കിൽ അത്രയും പിന്നെ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഈ ഫാന്റാസ്റ്റിക് ഫോറിൽ പണ്ട് തൊട്ടേ ഇല്ല. ഈവൻ ഇതിനില്ല. ഇതിന് നല്ല എനിക്ക് ആ ക്യാരക്ടേഴ്സിനോട് പണ്ട് തൊട്ട് എനിക്ക് അത്രയും അറിയത്തില്ല എന്നല്ല. പൊതുവേ അതിനകത്ത് ഇപ്പോൾ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി ലൈവ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ബോക്സ് ഓഫീസ് ഫെയിലിയേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ 2015 ഇപ്പം ഫാന്റാസ്റ്റിക് ഫോർ നോക്കുകയാണെങ്കിൽ, അല്ല അതിന് മുമ്പത്തെ ഒരു 2005-07 ഇറങ്ങിയ 2 ഭാഗങ്ങൾ ഫാന്റാസ്റ്റിക് ഫോർ 1 2 ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ലോ ആണ്. അത് വേറെ എക്സ്മാനൊക്കെ എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആണ്, സ്പൈഡർമാൻ സക്സസ്ഫുൾ ആണ്, അവെഞ്ചേഴ്സ് സക്സസ്ഫുൾ ആണ്. പക്ഷേ ഫാന്റാസ്റ്റിക് ഫോർ ഇപ്പം ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ട് ഇപ്പം ഒരു ഡേ 1 അല്ലെങ്കിൽ ഒരു 3 ഡേയ്സിന് കൊണ്ട് ബോക്സ് ഓഫീസിലൊക്കെ ഒരുവിധം ഹിറ്റായത്. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ഇപ്പം ഈ ഫാന്റാസ്റ്റിക് ഫോർ ഇപ്പോൾ കാണാൻ വേണ്ടി ഇന്നിപ്പം ഇപ്പോൾ പോവാണ്. അപ്പോൾ എനിവേ, ഇപ്പോൾ അതിനകത്ത് പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് അറിയത്തില്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിൽ ഈ സീൻസ് ഒന്നും കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ വെറുതെ സ്പോയിലറാവും. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലത്തെ ഒരു എന്താ എക്സ്പീരിയൻസ് പോലല്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതിന് ശേഷം സിനിമ കാണാൻ പോകുമ്പോൾ ആ ത്രില്ല് കിട്ടും. ഞാൻ കഴിയുന്നതും ഈ തിയേറ്ററിൽ സിനിമ കാണാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒഴിവാക്കും. സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റുകളൊക്കെ ഒഴിവാക്കും. പണ്ട് തൊട്ടേ ഉള്ളത് 10 കൊല്ലമായിട്ടുള്ള ചിലവന്മാർ പോസ്റ്റ് ക്രെഡിറ്റ് സീനോ പിന്നെ അതുപോലെ സ്പോയിലേഴ്സൊക്കെ ഇട്ട് മനുഷ്യനെ മെനക്കെടുക്കും. അപ്പോൾ എനിവേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്ലാറ്റിസിനെ നമ്മൾ ഓഫ് കോഴ്സ് ഇതിനകത്തെ വില്ലനാണ്. അത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും അത് കാണുമെന്നറിയാം. പിന്നെ ഇപ്പോൾ ഈ ട്രെയിലറിലോ ടീസറിലോ അവർ ഗ്ലാറ്റിസിൻ്റെ ആ ഒരു ഫുൾ ആ ഒരു ഇത് കാണിച്ചിട്ടില്ല. എന്നുവെച്ചാൽ
വില്ലനെ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചില്ലേ. ഇതിനകത്ത് വില്ലനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പോകും. ഗലാക്ടസിന് വർഷങ്ങളായിട്ട് ഇതിനകത്ത് കേൾക്കുന്ന ഒരു പേരാണ്. ഈവൻ തെനോസിന് ശേഷം വലിയൊരു വില്ലൻ ഗലാക്ടസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് വില്ലനാര് ഡോക്ടർ ഡൂമാണ്. ഇത് ക്യാങ് കഴിയും. ശരിക്കും ഞാനത് ഇന്നലെ കണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആരോട് ഞാൻ പറഞ്ഞാണ്, ശരിക്കും ക്യാങ്ങിന് പകരമാണ് ഡോക്ടർ ഡൂം, അത് റോബർട്ട് ഡോണി ജൂനിയർ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു. എനിവേ, ഏതായാലും ഡോക്ടർ ഡൂമിനെ നമ്മളിനി അടുത്ത വർഷം കാണാൻ പോവാണ്. അടുത്ത കൊല്ലം ഡിസംബറിൽ. അപ്പം നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ സമയം ഇപ്പം 9:30 ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സിനിമ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതുവരെ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാം. നമ്മൾ തിയേറ്ററിൽ കയറിയിട്ട് ഇനി നോക്കാം കാര്യങ്ങളൊക്കെ. ഐമാക്സിലാണ് കാണുന്നത്. ശരിക്കും ഞാൻ ഒരിക്കലും ഇപ്പം മറ്റ് നോർമൽ തിയേറ്ററിൽ കാണാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഈ ഫാന്റാസ്റ്റിക് ഫോർ ആണെങ്കിലും അവഞ്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഹോളിവുഡ് മൂവീസൊക്കെ ആണെങ്കിലും. പ്രാവശ്യം സൂപ്പർമാനൊക്കെ ഐമാക്സിൽ ഇറങ്ങിയപ്പോൾ നല്ല അഭിപ്രായമാണ് പൊതുവെ കേൾക്കാൻ സാധിച്ചത്. കണ്ടവർ, ഞാൻ കണ്ടില്ല, കണ്ടവർ വേറെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം ഇതുപോലത്തെ ഇങ്ങനത്തെ സൂപ്പർ ഹീറോ മൂവീസൊക്കെ ഐമാക്സിൽ കാണുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഇനി ഐമാക്സിൽ കാണാൻ ഉദ്ദേശിക്കുന്ന വോർട്ടുമാണ്. നല്ലൊരു ക്വാളിറ്റി പ്രിൻറ്റിലാണ് ഇറക്കിയെന്നാണ് പറയുന്നത് അവർ അവകാശപ്പെടുന്ന മേക്കേഴ്സ്. കാരണം ഈ പട്ടാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല ഐമാക്സിൽ. കാരണം ഐമാക്സ് ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്തത് ഈ പട്ടാൻ എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ നമ്മുടെ നാട്ടിൽ കൊച്ചിയിലെ PVRൽ ഐമാക്സ് ഇല്ലാത്തതുകൊണ്ടും പൊതുവേ ഇവിടെ ഐമാക്സ് ഉള്ളത് അങ്ങ് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചിയിലില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ നോർമൽ തിയേറ്ററിൽ അങ്ങ് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഈ തവണ വാർട്ടും ഞാൻ ഈ ഐമാക്സിൽ കാണാൻ ഉദ്ദേശിച്ചു. കൂലി പിന്നെ മിക്കവാറും ഞാൻ നോർമലിലേ കാണത്തുള്ളൂ. പക്ഷേ ഇതാണെങ്കിൽ ഡെഫിനറ്റ് വാർട്ടും ഞാൻ ഐമാക്സിൽ തന്നെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതിൻ്റെ ട്രെയിലർ കണ്ടപ്പം ഞാൻ ഇതൊക്കെ പറയാൻ വാർട്ടുവിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു. ഐ വാസ് വോ. ഇപ്പം ഈ ഒരു പടം നമുക്ക് നോക്കാം. വാർട്ടു ആക്ച്വലി സിനിമയായിട്ട് ഇറങ്ങുമ്പോൾ ഋതിക് റോഷനും NTR ഒക്കെ എങ്ങനെ നെയിൽ ചെയ്യുമെന്ന് നോക്കാം ദെയർ ക്യാരക്ടേഴ്സ്. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ആളുകൾ സിനിമയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറിയിരിക്കുകയാണ്. തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഒന്ന് കാരിഫോറൊക്കെ ഒന്ന് കറങ്ങി അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞ് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ടതിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു ഫാന്റാസ്റ്റിക് ഫോർ സിനിമയായിരുന്നു ഇപ്പോൾ കണ്ട ഫസ്റ്റ് സ്റ്റെപ്സ്. വേറെ ഒന്നും ഉണ്ടല്ല, അതായത് ആക്ട് അഭിനയിച്ച് ശരിക്കും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു ഈ ക്രിസ് എവൻസ് പണ്ട് ചെയ്ത ജോണി സ്റ്റോമും പിന്നെ തിങ്ങായിട്ട് അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ മഹാബോറായിരുന്നു. പക്ഷെ ഇതിപ്പം ഉള്ള കാര്യം പറയാമല്ലോ, അതിനകത്ത് കിടിലായിരുന്നു 2 ക്യാരക്ടേഴ്സ്. മറ്റേ ഈ ഫസ്റ്റ് സ്റ്റെപ്സിൽ 2005 and 2007 ഫാന്റാസ്റ്റിക് ഫോറിൽ ഇപ്പൊ 2 ആ തിങ്ങായിട്ടും ജോണി സ്റ്റോമും മഹാബോറായിരുന്നു. പക്ഷെ ഇതിനകത്ത് അവർ 2 പേരാണ് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് അതിനെടുത്ത് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച റീഡ് റിച്ചേഴ്സ് ആണേലും പിന്നെ സൂ സ്റ്റോം ആണേലും ഇവർ 2 പേരും 4 പേരും കിടുമായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജോണി സ്റ്റോമിനായിരുന്നു. എന്തോ എനിക്ക് വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. പിന്നെ ഓഫ് കോഴ്സ് തിങ്, അതും അടിപൊളിയായിരുന്നു. പിന്നെ ഉള്ളത് പറയാനുള്ളത് ഗ്ലാറ്റസ്. ശരിക്കും വീഡിയോ ഗെയിമിലും പിന്നെ ആനിമേഷനിലും കണ്ട പോലെ തന്നെ അവർ ഇതിനകത്ത് ഈ നമ്മുടെ ഗ്ലാറ്റസിനെ മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹ്യൂജ് സൈസും പിന്നെ ഒരു എർത്ത് 18 ഒരു പേഴ്സണായിട്ട് ഒക്കെ നന്നായിട്ട് തന്നെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിനെ ബേസ് ചെയ്തൊരു സ്റ്റോറിയാണ്. സാറിന് ആദ്യമായിട്ടാണ് ലൈവ് ആക്ഷനിൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ്, റീഡ് റിച്ചർഡ്സിന്റെ മോന് അല്ലെ സൂസ്റ്റോമിന്റെ മോനായിട്ട്. സാറിന് ഇതിനു മുമ്പുള്ള നമ്മൾ ഫാന്റാസ്റ്റിക് ഫോറിൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവർ 2 പേരും സൂസ്റ്റോമും റീഡ് റിച്ചേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് പൊതുവെ. പക്ഷെ ഈ ഒരു പടത്തിൽ അവരുടെ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മകനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ട ഒരു ഫാന്റാസ്റ്റിക് ഫോർ ഫിലിം തന്നെയായിരുന്നു അത്. സോ ഗുഡ് ജോബ് ടു ദ മാർവൽ. എനിക്ക് ഉറപ്പാണ് ഈ പടം 1 ബില്യൺ ആവാൻ ഹൈ ചാൻസ് ആണ്. കഴിഞ്ഞ വർഷം കണ്ട വോൾവറിൻ ഡെഡ്പൂളിന്റെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് സീരിയസ്ലി പറയുകയാണെങ്കിൽ എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. വേറെ ഒന്നും ഉണ്ടല്ലോ, അതിന്റെ കാരണം പല ലൊക്കേഷൻ ആൻസിറ്റിയും ഉണ്ട്, യാത്രകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവര് സ്പേസിൽ യാത്ര ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ
എനിക്ക് ഉറപ്പാണ് ഇപ്പോഴും മിക്കവാറും 1 ബില്യൺ ക്രോസ് ചെയ്യാൻ ചാൻസസ് വളരെ വളരെ ഹൈ ആണ്. കാരണം ഇപ്പം തന്നെ നല്ല പോസിറ്റീവ് റിവ്യൂകളാണ് വരുന്നത്. പിന്നെ ആൾക്കാർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഓഡിയൻസിൽ നോക്കി കഴിഞ്ഞാൽ ഫാന്റാസ്റ്റിക് ഫോർ ഗ്രേറ്റ് ഫിലിം തന്നെയാണ്. പിന്നെ എനിക്ക് ഈ വർഷം കണ്ടതിൽ യാതൊരു ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ തണ്ടർ ബോൾട്സ് ആയിരുന്നു. ഈവൻ ക്യാപ്റ്റൻ അമേരിക്ക പോലും ഇതിലും ബെറ്റർ ആയിട്ടായിരിക്കും. പക്ഷെ തണ്ടർ ബോൾട്സ് എന്തോ ഒട്ടും വിജയിച്ചില്ല. പക്ഷെ എനിക്ക് ഫാന്റാസ്റ്റിക് ഫോർ കിടിലമായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് കാണിക്കുന്നുണ്ട്. നല്ല കാണണ്ട, ഞാൻ ഇതിനകത്ത് പറഞ്ഞ സ്പോയിലറായി, അതുകൊണ്ട് ഞാൻ പിന്നെ പറയാത്തത്. എനിവേ വാച്ച് വാച്ച് യു സെർഫ് ആൻഡ് എൻജോയ്. പോസ്റ്റ് ക്രെഡിറ്റ്സിന്റെ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ശരിയാണ്, അത് നിങ്ങൾ തന്നെ പോയി ഒന്ന് കാണുക. ഓക്കെ, സോ ഇനി വരാൻ പോകുന്നത് ഇനിയും അടുത്ത വർഷം. ഈ വർഷം ഇനി പടമില്ല, മാർവലിന്റെ പടമില്ല. ഇനി നെക്സ്റ്റ് ടൈം 2026 ആണ്. ഞാൻ അതിനകത്ത് നമ്മുടെ ഡോക്ടർ ഡ്യൂമായ റോബർട്ട് ഡോണി ജൂനിയറിന്റെ ഡോക്ടർ ഡ്യൂം അവഞ്ചേഴ്സ് ഡൂംസ്ഡേ വരുന്നതാണ് ഇനി കാണാനുള്ളത്. ഐ എം വെരി വെരി എക്സൈറ്റഡ്. അത് എന്താണ് അതിന്റെ സ്റ്റോറി, എന്താ റോബർട്ട് ഡോണി ചിരിച്ചു വരുന്നത്, ഈ ക്യാരക്ടർ എന്താ എടുത്തത്, എന്തുകൊണ്ട് ഈ ക്യാരക്ടറെ അവര് കാസ്റ്റ് ചെയ്തു എന്നുള്ളത് അറിയണമെങ്കിൽ അത് ഇനി അടുത്ത 2026 മാത്രമേ അറിയത്തുള്ളൂ. 26 ഡിസംബറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. ശരിക്കും എൻ്റെ ഒരു ഒപ്പീനിയനിൽ അവര് 27 മെയ് 2027 പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ്. കാരണം നമ്മള് ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ തിയേറ്ററിൽ ഒരു യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പടം കാണുമ്പോൾ, പ്രത്യേകിച്ച് അവഞ്ചേഴ്സ് പോലത്തെ പടം കാണുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. ഇപ്പൊ അവര് മെയ് 2027 ആണ് ഡിസംബർ 2026 മാറ്റി. അത് ശരിക്കും 27 മെയ് ആയിരുന്നു നല്ലത്. അപ്പൊ എനിവേ അതിപ്പോ ഏതായാലും അറിയില്ല, അപ്പൊ നോക്കാം എങ്ങനെ ഇരിക്കുന്നു. സോ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരാം. ഓക്കെ, ടേക്ക് കെയർ.